ഈ ബോട്ടുകളെല്ലാം ഹാലോങ് ബേയിലെ തിയൻ കുങ് ഗുഹ കാണാൻ വന്ന ടൂറിസ്റ്റുകളുമായി എത്തിയതാണ്. വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഉൾപ്പെടുന്നതാണ് ഹാലോങ് ബേയും ഈ ഉൾക്കടലിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളും. ചുണ്ണാമ്പുകല്ലിന്റെ വലിയ മലകൾ. ഇതിലെല്ലാം ഗുഹകളും പ്രകൃതിയുടെ വലിയ അത്ഭുതങ്ങളും ഒളിഞ്ഞുകിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി യുനെസ്കോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹാലോങ് ബേയെ. ബോട്ടുകൾ ഏതുവഴി സഞ്ചരിക്കണമെന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് പലയിടത്തും കാണാം. മലകളിലെ പല പൊത്തുകളും പണ്ടുകാലം മുതലേ ഇവിടുത്തെ മുക്കുവരുടെയും മറ്റും ആരാധനാ കേന്ദ്രങ്ങളാണ്. 2000-ഓളം ചുണ്ണാമ്പുകൽ മലകളാണ് ഹാലോങ് ബേയിലുള്ളത്. അവയിൽ 400-ഓളം എണ്ണത്തിന് മാത്രമേ പേര് നൽകിയിട്ടുള്ളൂ. വിയറ്റ്നാം യുദ്ധകാലത്ത് തന്ത്രപ്രധാനമായ ഒരിടമായിരുന്നു ഹാലോങ് ബേയും ഇവിടുത്തെ മലകളും. അന്ന് ഉൾക്കടലിലും മലകളിലും US സൈന്യത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. ചിലത് വലിയ പർവ്വതങ്ങൾ തന്നെയാണ്. വിവിധയിനം പല്ലികളുടെയും കുരങ്ങുകളുടെയും പക്ഷികളുടെയും ആവാസയിടങ്ങളാണ് ഇത്തരം പർവ്വതങ്ങൾ. മലകൾക്കിടയിൽ വലിയ പൊത്തുകൾ. ചെറുവഞ്ചികളിൽ ആ ഗുഹകളിലൂടെ ടൂറിസ്റ്റുകൾ പോകാറുണ്ട്. സായിപ്പുമാർക്ക് അത്തരം കാര്യങ്ങളെല്ലാം വലിയ ഇഷ്ടമാണ്. ചരിത്രാതീത കാലം മുതൽ മനുഷ്യവാസമുണ്ടായിരുന്നു ഇവിടുത്തെ പല ദ്വീപുകളിലും. 1000 വർഷം മുൻപ് വിയറ്റ്നാം കീഴടക്കാനെത്തിയ ചൈനീസ് പടയെ ഇന്നാട്ടുകാർ തടഞ്ഞു നിർത്തിയത് ഇത്തരം മലകളിൽ പതിയിരുന്ന് നടത്തിയ ആക്രമണങ്ങളിലൂടെയാണ്. മംഗോൾ യുദ്ധവീരനായ കുബ്ലൈ ഖാന്റെ കപ്പലുകളെ വിയറ്റ്നാംകാർ ആക്രമിച്ചു തകർത്തതും ഈ ഉൾക്കടലിൽ വെച്ചായിരുന്നു. കടലിൽ കുത്തി നിർത്തിയതുപോലെ ചുണ്ണാമ്പുമലകൾ. അതിന് ചുവട്ടിലൂടെ ഒരേ തരത്തിലുള്ള ബോട്ടുകൾ നീങ്ങുന്നു. രസകരമായ ഒരു കാഴ്ച തന്നെയാണിത്. ധാരാളം സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള പ്രദേശമാണ് ഹാലോങ് ബേ. ഹോളിവുഡ് സിനിമകൾ ഉൾക്കടലിന്റെയും അതിലെ മലകളുടെയും സൗന്ദര്യം പൂർണ്ണമായും ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 1992-ൽ പുറത്തുവന്ന ഇൻഡോ ചൈൻ ഫ്രഞ്ച് സിനിമയായിരുന്നു. ഒരു ഫ്രഞ്ച് തോട്ടമുടമ ദത്തെടുക്കുന്ന വിയറ്റ്നാമീസ് പെൺകുട്ടിയുടെ കഥ പറഞ്ഞ ഇൻഡോ ചൈൻ പല സീനുകളിലും ഹാലോങ് ബേയുടെ സൗന്ദര്യം മികച്ച രീതിയിൽ പകർത്തിയെടുത്തിട്ടുണ്ട്. 2017-ൽ പുറത്തുവന്ന കോങ് സ്കൾ ഐലൻഡാണ് ഹാലോങ് ബേയെ ഏറ്റവും സുന്ദരമായി പകർത്തിയ ഹോളിവുഡ് ചിത്രം. ടുമോറോ നെവർ ഡൈ എന്ന ജെയിംസ് ബോണ്ട് സിനിമയിലെ കുറെ ഭാഗങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം വിയറ്റ്നാം ഗവൺമെന്റ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ചിത്രീകരണം ഫിലിപ്പീൻസിലേക്ക് മാറ്റുകയായിരുന്നു. ഹാലോങ് ബേയിൽ പലയിടത്തും ഉഗ്രശേഷിയുള്ള മൈനുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. വിയറ്റ്നാം യുദ്ധകാലത്ത് US നേവി സ്ഥാപിച്ച മൈനുകളാണത്. അതിന്റെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടുകൂടിയാണ് ടൂറിസ്റ്റുകളുമായി നീങ്ങുന്ന ബോട്ടുകൾക്ക് പ്രത്യേക റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ. പല മലകളുടെയും ചുവട്ടിൽ വലിയ പൊത്തുകളുണ്ട്. ഒരു ബോട്ട് തന്നെ കയറിപ്പോകാവുന്ന വലിപ്പമുണ്ട് ചിലതിന്. അവിടേക്കൊന്നും ഞങ്ങളുടെ ബോട്ടുകൾ അടുക്കുന്നില്ല. ദിവസങ്ങളും ആഴ്ചകളും തന്നെ സഞ്ചരിച്ചു കാണാവുന്ന ദൃശ്യങ്ങളും ഏർപ്പെടാവുന്ന ആക്ടിവിറ്റികളുമുണ്ട് ഇവിടെ. റോക്ക് ക്ലൈംബിംഗ്, സ്ക്വിഡ് ഫിഷിംഗ്, കേവിംഗ്, സ്കൂബ ഡൈവിംഗ്, കയാക്കിംഗ്, സ്വിമ്മിംഗ് എന്നിങ്ങനെ നിരവധി ടൂറിസം ആക്ടിവിറ്റികളുണ്ട് ഇവിടെ. പാറകൾ പ്രതിരോധം തീർക്കുന്നതിനാൽ ഈ ഭാഗത്ത് കടൽ അധികം പ്രക്ഷുബ്ധമാവാറില്ല. എങ്കിലും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. 2011-ൽ ഹാലോങ് ബേയിലെ ആഴമുള്ള ഭാഗത്ത് ഒരു ബോട്ട് മുങ്ങി 12 ടൂറിസ്റ്റുകൾ മരിച്ചിരുന്നു. ബോട്ടുകൾക്ക് തീപിടിക്കുക, കയാക്കിംഗ് നടത്തുന്നവർക്കിടയിലേക്ക് വലിയ ബോട്ടുകൾ ഇടിച്ചുകയറുക തുടങ്ങിയ പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബോട്ടുകളുടെ കാലപ്പഴക്കം മുതൽ
ക്രൂവിന്റെ പരിചയക്കുറവ് വരെ അപകടങ്ങൾക്ക് കാരണമാണ്. മഴയുള്ള സമയങ്ങളിൽ മലകളിലെ ഗുഹകളിൽ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കാറില്ല. ബോട്ടിന്റെ അപ്പർ ഡെക്കിൽ ഉണ്ടായിരുന്നവരെയെല്ലാം ഗൈഡ് ടോം വിളിച്ചിറക്കിക്കൊണ്ടു പോയിരിക്കുന്നു. ഞാനും ഈ ഇരിക്കുന്നയാളും മാത്രം അവശേഷിച്ചു. അപ്പോഴേക്കും ബോട്ട് ഒരു ഫ്ലോട്ടിംഗ് ജെട്ടിയുടെ സമീപത്തേക്ക് അടുക്കുകയാണ്. അവിടെ നിന്നും ആരംഭിക്കുന്ന ബാംബു ബോട്ട് റൈഡ് എന്നൊരു പരിപാടിയുണ്ട്. ബേയുടെ ചില പ്രത്യേക ഭാഗങ്ങളിലൂടെ ബാംബു ബോട്ടിൽ പോകാം. അവിടേക്ക് അടുക്കുമ്പോഴും കടലിൽ ഉയർന്നു നിൽക്കുന്ന പാറകൾ ഒരു കാഴ്ച തന്നെയാണ്. പല രൂപത്തിൽ, പല വലിപ്പത്തിൽ അതങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഒരു ബോട്ടിനു കൂടി അടുക്കാനുള്ള ഇടയില്ല. പക്ഷേ ഡ്രൈവർ 2 ബോട്ടുകൾക്കിടയിലേക്ക് ഞങ്ങളുടെ ബോട്ടിനെ തിരികെ കയറ്റുകയാണ്. ബോട്ട് ഡ്രൈവർ മുൻപ് കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഡ്രൈവർ ആയിരുന്നെന്ന് തോന്നുന്നു. ബോട്ടുകൾ തമ്മിൽ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യും. ചുവന്ന ചായം തേച്ച ഭാഗമുണ്ടല്ലോ, അതിലൂടെ ഉരയുന്നതിന് കുഴപ്പമില്ല. 2 ബോട്ടുകളെയും ഇരുഭാഗത്തേക്കും തള്ളി മാറ്റിക്കൊണ്ടാണ് ഞങ്ങളുടെ ബോട്ട് അടുക്കുന്നത്. 5 പേർക്ക് ഇരിക്കാവുന്ന ബെഞ്ചിൽ 6-മൻ തിരികെ കയറുന്നത് പോലെ. ഇതൊരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. വലിയ എണ്ണ ബാരലുകൾ കൂട്ടിക്കെട്ടി അതിനു മുകളിലുണ്ടാക്കിയ പ്ലാറ്റ്ഫോം. പ്രാദേശികമായ ബുദ്ധിയാണ്. ചെല്ലുന്ന ബോട്ടുകളെ ബന്ധിക്കാനും മറ്റും ഇവിടെ ആളുകളുണ്ട്. ഒരാൾ ഒരു ഗോവണി കൊണ്ടുവന്ന് വയ്ക്കുന്നു. ആളുകൾ അതിലൂടെ ഇറങ്ങിത്തുടങ്ങി. ഞാനും ഇറങ്ങി. നേരത്തെ മറീന ബിൽഡിംഗിൽ നിന്നെടുത്ത ടിക്കറ്റ് മതി ഇവിടുത്തെ ആക്ടിവിറ്റികൾക്കെല്ലാം. ഇതാണ് ബാംബു ബോട്ടുകൾ. ഇതിന്റെ അടിഭാഗമാണ് മുള കൊണ്ട് നെയ്തെടുത്തിരിക്കുന്നത്. ഒരു കൊട്ട പോലെയാണ് അടിഭാഗം. ടിക്കറ്റ് ഇവിടെ കാണിക്കണം. അതിന്റെ 3-മത്തെ ഉപയോഗമാണിത്. ഗൈഡ് ടോം ഇവിടെയുണ്ട്. 4 പേർ വീതം ഓരോ ബോട്ടിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു ടോം. സംഘത്തിലുള്ളവർ ഓരോ ബോട്ടിലേക്ക് കയറി തുടങ്ങി. ഞാനും ഒരു ബോട്ടിന്റെ മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചു. സ്ത്രീകളാണ് തുഴക്കാർ. ഇവിടുത്തെ ഗ്രാമങ്ങളിലെ സ്ത്രീകളാണ്. ഇതാണ് ബാംബു ബോട്ടിന്റെ ആകൃതി. ഇതിന്റെ അടിയിൽ മുളയലകുകൾ മെടഞ്ഞ് കൊട്ട പോലെയാക്കിയ ഒരു ഭാഗമുണ്ട്. അതിന് മേലെ തടികൊണ്ടുള്ള ഒരു ഫ്രെയിം. അതിന്മേലെയാണ് ആളുകൾ ഇരിക്കുന്നത്. ഈ ബാംബു ബോട്ടുകളിലല്ലാതെ കയാക്കുകളിൽ 1-2 പേർക്ക് തുഴഞ്ഞു പോകാനുള്ള സൗകര്യവുമുണ്ട്. അതും ഞങ്ങളുടെ ടിക്കറ്റിൽ ഉൾപ്പെടുന്നതാണ്. ഏത് വേണമെന്ന് തിരഞ്ഞെടുത്താൽ മതി. കയാക്ക് തുഴഞ്ഞ് മലയാളികൾക്ക് വലിയ പരിചയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിർന്നില്ല. ഞങ്ങളുടെ സംഘത്തിലുള്ള പലരും കയാക്കുകളിൽ ഒരു കൈ നോക്കുന്നുണ്ട്. ലൈഫ് ജാക്കറ്റ് അണിയിച്ച ശേഷമേ ഇത്തരം പരിപാടികൾക്കെല്ലാം വിടുകയുള്ളൂ. ഏതാനും കയാക്കുകൾ ഒരു പൊത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ പൊത്തിലൂടെ വേണം ഞങ്ങൾക്കും കയറിപ്പോകാൻ. ഞങ്ങൾ അതിനടുത്തേക്ക് നീങ്ങി. പടുകൂറ്റൻ ചുണ്ണാമ്പു പാറയാണ്. ബോട്ടിൽ കടന്നു പോകുമ്പോൾ ഇതിന് കീഴെയുള്ള പൊത്തുകൾ പലതും കാണില്ല. ഈ റോക്ക് ഫോർമേഷനുകളിലെല്ലാം വലിയ ഗുഹകളുണ്ട്. അടുത്തെത്തുമ്പോഴേ ശ്രദ്ധയിൽപ്പെടൂ. ഇത്തരത്തിലുള്ള 1600-ലേറെ പൊത്തുകളുണ്ട് ഹാലോങ് ബേയിൽ. ആ ഗുഹകളുടെയെല്ലാം അകത്ത് പ്രകൃതിയുടെ ശില്പചാതുരി കാണാം. വലിയൊരു ഡ്രാഗന്റെ വായിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് തോന്നും. പുറമേ നിന്ന് കണ്ടതുപോലെയല്ല. നല്ല വിസ്താരമുള്ള ഗുഹയാണ്. അത്യാവശ്യം ഉയരവുമുണ്ട്. ഗുഹയുടെ മേൽത്തട്ടിൽ നിന്ന് ചില ഫോർമേഷനുകൾ താഴേക്ക് വളരുന്നുണ്ട്. മലയിൽ നിന്നും കിനിഞ്ഞിറങ്ങുന്ന ജലം ഇറ്റുവീണ് രൂപപ്പെടുന്നതാണത്. ഇതാണ് ഗുഹയുടെ മുകൾ ഭാഗത്തിന്റെ ശരിക്കുമുള്ള കാഴ്ച. വലിയൊരു പാറയുടെ അടിഭാഗമാണിതെന്നോർക്കണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഗുഹ. ആദിമകാലത്ത് ചെറിയൊരു വിള്ളൽ മാത്രമായിരിക്കാം ഇവിടെ ഉണ്ടായിരുന്നത്.
വെള്ളം ഒഴുകിയാണ് ഇത് ഈ വിധം വിസ്തൃതമായത്. പൊത്തിലൂടെ കയറിയെത്തുന്നത് നടുമുറ്റം പോലുള്ള ഒരു ഭാഗത്തേക്കാണ്. പർവ്വതങ്ങൾ കൊണ്ട് വലയം തീർത്തിരിക്കുന്ന ഒരു കടൽ ഭാഗത്തേക്ക്. മുകൾ ഭാഗത്തു നിന്നും തൂങ്ങിക്കിടക്കുന്നത് ഡ്രാഗന്റെ നാവാണെന്ന് തോന്നും. ഈ കടൽ ഭാഗത്തു നിന്നും പുറത്തു കിടക്കാൻ ഞങ്ങൾ ഇവിടേക്ക് കയറി വന്ന ഗുഹ മാത്രമേയുള്ളൂ. സംരക്ഷിതമായ ഒരു പ്രദേശം പോലെയുണ്ട്. അവിടെ ഒന്ന് വട്ടം കറങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് നീങ്ങി. ശരിക്കും ഒരു കോട്ട പോലെയാണ് ഈ ഭാഗം. തുഴച്ചിലുകാരി ബോട്ടിൽ വെച്ച് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുന്നു. കയാക്കിൽ തുഴഞ്ഞു പോകുന്നു കുറെ ടൂറിസ്റ്റുകൾ. ഒരു കാഴ്ച ചിത്രീകരിക്കുക എന്നതിനപ്പുറം എനിക്കിവിടെ ആക്ടിവിറ്റികളൊന്നുമില്ല. സഞ്ചാരികളായ സായിപ്പുമാരുടെ കാര്യം അങ്ങനെയല്ല. അവർ യാത്ര ശരിക്കും ആസ്വദിക്കും. തൂങ്ങിക്കിടക്കുന്ന ഡ്രാഗൺ നാവ് തലയിൽ മുട്ടുമെന്ന് തോന്നും. ചുണ്ണാമ്പുപാറയിലൂടെ വെള്ളം ഊർന്നിറങ്ങിയുണ്ടാകുന്ന ഫോർമേഷനുകളാണ് ഇതൊക്കെ. എത്രയോ മില്യൺ വർഷങ്ങളുടെ കഥ ഈ ഓരോ പാറക്കഷ്ണത്തിനും പറയാനുണ്ട്. ഇതിന്റെ ഓരോ ഇഞ്ച് വളർച്ചയ്ക്കും നൂറുകണക്കിന് വർഷങ്ങൾ എടുത്തിട്ടുമുണ്ടാവണം. ഇത്തരത്തിൽ ഓരോ മലയുടെയും അടിഭാഗത്ത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എത്തുന്ന നിരവധി ഗുഹകളുണ്ട്. ഡാർക്ക് കേവ്, ലൈറ്റ് കേവ്, ബോനാവു കേവ്, ലുവോൺ കേവ്, ത്രിന്നു കേവ് എന്നിങ്ങനെ നീളുന്നു അവയുടെ പേരുകൾ. പേരില്ലാത്ത ഗുഹകളും നിരവധിയുണ്ട്. മേൽത്തട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വിചിത്രമായ റോക്ക് ഫോർമേഷനുകൾ കാണാം. പല രൂപങ്ങൾ തന്നെ അവയിൽ കണ്ടെടുക്കുകയും ചെയ്യാം. അതിനകത്തുനിന്നും പുറത്തിറങ്ങി മുളത്തൊപ്പി വെച്ച് സ്ത്രീകൾ തുഴയുന്ന ബാംബു ബോട്ടുകളിൽ ടൂറിസ്റ്റുകൾ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പാറകളുടെ വശങ്ങൾ ഇങ്ങനെയാണ്. അടിഭാഗത്ത് മട വെച്ചതുപോലെയുണ്ട്. മരങ്ങൾ മുറിക്കാൻ നേരത്തുണ്ടാക്കുന്ന മടകൾ പോലെ. ഓരോ പർവ്വതത്തിനും പ്രകൃതി തന്നെ ഈ വിധം മടവെച്ചിരിക്കുന്നു. ഏതാനും ലക്ഷം വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഹാലോങ് ബേയിലെ പല പാറകളും കടലിലേക്ക് മറിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ഉപ്പുജലവുമായുള്ള സമ്പർക്കം മൂലം അവയുടെ അടിഭാഗം മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു ഗുഹയിലേക്ക് എത്തുകയാണ്. ഒരു ചൈനീസ് പഗോഡയുടെ മേൽക്കൂരയുടെ ആകൃതിയുള്ള ഗുഹ. ബീജിംഗ് സന്ദർശനത്തിനിടെ കണ്ട ടെമ്പിൾ ഓഫ് ഹാർവസ്റ്റിന്റെ രൂപമാണ് ഗുഹ കാണുമ്പോൾ ഓർമ്മയിലെത്തുന്നത്. കൃത്യമാണ് ആ രൂപം. ഇതിനകത്തുകൂടിയും കയറിപ്പോകാം. ഈ ഭാഗത്തെല്ലാം ഉൾക്കടലിന് ആഴം വളരെ കുറവാണ്. ചില നാടുകൾക്ക് ഉപജീവനമാർഗമെന്ന പോലെ പ്രകൃതി ഇങ്ങനെ ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കി നൽകും. അതുകൊണ്ട് ആ രാജ്യങ്ങൾ ബുദ്ധിപൂർവം വരുമാനമുണ്ടാക്കുകയും ചെയ്യും. വിയറ്റ്നാമിൽ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ. തായ്ലൻഡിൽ മറ്റു ചില പ്രകൃതി അത്ഭുതങ്ങൾ. ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾക്കും ഈ വിധം പ്രകൃതി അത്ഭുതങ്ങൾ സ്വന്തമായുണ്ട്. ഡെനാക്കൽ ഡിപ്രഷനും ഗൊറൻഗൊറോ ക്രേറ്ററുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ പ്രകൃതി സൃഷ്ടിച്ചുവച്ച എത്രയെത്ര അത്ഭുതങ്ങളിലൂടെയാണ് സഞ്ചാരത്തിന്റെ ക്യാമറ സഞ്ചരിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇതിലെ പോകുന്നത്. ഈ തുഴഞ്ഞു നീങ്ങുന്നത് ഞങ്ങളുടെ ബോട്ടിൽ വന്നവർ മാത്രമല്ല, പല ബോട്ടുകളിൽ വന്നവരുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഹാലോങ് ബേ ഈ വിധം സജീവമായിരിക്കും. ബാംബു ബോട്ടുകളിലും കയാക്കുകളിലുമെല്ലാം ഗുഹ കടന്ന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും പകൽ നേരങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാന വിനോദമാണിത്. എപ്പോഴും മനുഷ്യ സാന്നിധ്യമുള്ള ഒരു ഉൾക്കടൽ. മത്സ്യബന്ധനത്തിനും ഒരു ദ്വീപിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാനും ഇവിടുത്തെ ആളുകൾ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്നത് ബാംബു ബോട്ടാണ്. ടൂറിസ്റ്റുകളുമായി കൂടുതൽ ബോട്ടുകൾ വരുന്നതും ചിലത് തിരിച്ചു പോകുന്നതും കാണാം.
ഡ്രാഗൺ ദൈവം സൃഷ്ടിച്ചതാണ് ഹാലോങ് ബേയിലെ പർവ്വതങ്ങളെന്നാണ് വിയറ്റ്നാംകാരുടെ വിശ്വാസമെങ്കിലും ശാസ്ത്രീയമായ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. 500 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇന്നിവിടെ കാണുന്ന മലകളെക്കാളെല്ലാം ഉയരത്തിൽ കടൽനിരപ്പുണ്ടായിരുന്ന ഭാഗമാണത്. അക്കാലത്തെന്നോ ഭൂവൽക്കപ്പാളികളുടെ ചലനവും കൂട്ടിയിടിയും മൂലം കടലിനടിയിൽ വലിയ പർവ്വതങ്ങൾ ഉയർന്നു. പിന്നീട് വീണ്ടും ഭൂവൽക്കപ്പാളികൾ ചലിക്കുകയും ഈ പ്രദേശമൊന്നാകെ കടലിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു. അങ്ങനെ ഉയർന്ന ചില പർവ്വതങ്ങൾക്ക് 1000 മീറ്റർ വരെ ഉയരമുണ്ടായിരുന്നു. കടൽ ജലം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ ചുണ്ണാമ്പുകല്ലിന്റെ മലകൾക്കും രൂപമാറ്റമുണ്ടായി. അങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഇന്നിവിടെ കാണുന്ന മലകളെല്ലാം. ഒരു ഭർത്താവും ഭാര്യയും കയാക്ക് തുഴഞ്ഞു പോകുന്നു. ഇവിടെ നിന്നും ടൂറിസ്റ്റുകളുമായി മടങ്ങുകയാണ് ചില ജങ്ക് ബോട്ടുകൾ. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിനടുത്ത് എത്താറാവുമ്പോഴേക്കും തുഴയുന്ന സ്ത്രീ ടിപ്പ് ടിപ്പെന്ന് ചോദിച്ചു തുടങ്ങുന്നു. എല്ലാവരും ടിപ്പ് നൽകണമെന്നാണ് ആവശ്യം. പാശ്ചാത്യരായ ടൂറിസ്റ്റുകൾ കയാക്കിംഗ് പോലുള്ള വിനോദങ്ങളിൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ പരിശീലനം നേടിയവരാണ്. നമ്മൾ കേരളത്തിൽ നിന്നും ചെല്ലുന്നവരാകട്ടെ ഇതെല്ലാം ആദ്യമായി കാണുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിലെ കായലുകളിൽ നമുക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നോർത്താണ് എനിക്ക് അത്ഭുതം. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് വില്ലേജ് തന്നെയുണ്ട്. തുഴക്കാരുടെ വിശ്രമയിടമാണ് അത്. അക്കാണുന്ന കെട്ടിടമെല്ലാം തുഴക്കാർ വിശ്രമിക്കുന്ന ഇടമാണ്. ചിലർ ഹാമക്കുകളിൽ കിടക്കുന്നു. അടുത്ത ബാച്ച് തുഴക്കാരായിരിക്കാം ഇത്. ബ്രൗൺ നിറത്തിലുള്ള മേൽക്കുപ്പായമാണ് യൂണിഫോം. തുഴക്കാരിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിലും അപൂർവമായി ഇങ്ങനെ പുരുഷന്മാരുമുണ്ട്. ഊഴമിട്ടാണ് അവർക്ക് ജോലി ലഭിക്കുന്നത്. ഗ്രാമീണരായ ആളുകൾക്ക് വലിയ തൊഴിൽ സാധ്യതയാണ് ഇവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. ബാരലുകൾ കൂട്ടിക്കെട്ടി അതിന്മേൽ എങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം എന്നതിന്റെ കാഴ്ചയാണിത്. നമ്മുടെ വേമ്പനാട്ട് കായലിലും മറ്റും ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അതിനെ ടൂറിസത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാവുന്നതേയുള്ളൂ. നമ്മൾ അത്തരം പരിപാടികളൊന്നും സമ്മതിക്കില്ലല്ലോ. നമ്മൾ അല്പം കൂടി ശുഭാപ്തി വിശ്വാസികളാകേണ്ടിയിരിക്കുന്നു. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഇതാണ് ബാംബു ബോട്ടിന്റെ രൂപം. കിഴക്കനേഷ്യൻ ജീവിതത്തിൽ സുപ്രധാന സ്ഥാനമുണ്ട് മുളയ്ക്ക്. മുളം കൂമ്പ് ഭക്ഷണമായും മുളം നാര് കൂട നെയ്യാനും മുള വീടുണ്ടാക്കാനും ബോട്ടുകളുടെ നിർമ്മാണത്തിനുമെല്ലാം ഉപയോഗിക്കുന്നു. ഞാൻ തിരികെ ജങ്ക് ബോട്ടിലേക്ക് ചെന്നു കയറി. കയാക്ക് തുഴച്ചിലും ബാംബു ബോട്ട് യാത്രയും കഴിഞ്ഞവർ ബോട്ടിൽ വന്ന് കയറിയിരിക്കുന്നു. ഒരു ചായയുടെ സമയമാണിനി. 50ഓളം ആളുകളുമായി ഓരോ ബോട്ടുകൾ വരുന്നു. എത്ര ബോട്ടുകളാണ് വന്നു കിടക്കുന്നതെന്ന് കാണുക. എല്ലാറ്റിലും സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ബോട്ടുകൾക്ക് മുകളിൽ വിയറ്റ്നാമിന്റെ ചെങ്കൊടി പാറുന്നുമുണ്ട്. ടൂറിസ്റ്റുകൾ പ്ലാറ്റ്ഫോമിലൂടെ ഫോട്ടോ എടുത്തു നടക്കുന്നു. എല്ലാവരും കയറിയതോടെ ഞങ്ങളുടെ ബോട്ട് പിന്നോട്ടെടുത്തു. വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ജങ്ക് ബോട്ടുകൾ മിക്കതും പഴഞ്ഞനാണെന്ന വിമർശനം മാത്രമാണ് ഇത്തരം ടൂറുകളെക്കുറിച്ച് ചിലരെങ്കിലും ഉയർത്തുന്നത്. ഞങ്ങളുടെ ബോട്ട് ജെട്ടിയിൽ നിന്നും അകലുകയാണ്. ഇത്രയുമേ ഉള്ളൂ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം. അതിൽ ആളുകൾ വിശ്രമിക്കുന്ന ഇടം ഒരറ്റത്ത്. നിരന്നുകിടക്കുന്ന ബോട്ടുകളെ പിന്നിലാക്കി യാത്ര തുടർന്നു. ഇതുപോലെ ഉൾക്കടലിൽ ഉയർന്നു നിൽക്കുന്ന ചെറിയ പാറകളുമുണ്ട് ഇവിടെ. ഒരു കാലത്ത് ഇത് വലിയ പാറയായിരുന്നിരിക്കാം. കാലക്രമത്തിൽ അടർന്നു വീണ് ചെറുതായതുമാവാം. എല്ലാം സഞ്ചാരികളിൽ കൗതുകം നിറയ്ക്കുന്നത് തന്നെ. ബേയിലെ വലിയ മലകളിൽ പലതിലും ട്രക്കിംഗ് ട്രെയിലുകളുണ്ട്. റോക്ക് ക്ലൈംബിങ്ങിനുള്ള സ്പോട്ടുകളും. ഹാലോങ് ബേ പരിസരത്ത് ആഴ്ചകളോളം താമസിക്കുന്ന ടൂറിസ്റ്റുകൾ ആ ആക്ടിവിറ്റികളിലെല്ലാം ഏർപ്പെടുന്നു. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളിൽ നിന്ന് തിരികെ മറീനയിലേക്കുള്ള മടക്കം. എവിടെ നോക്കിയാലും കാണുന്നത് ഇത്തരം അത്ഭുതകരമായ റോക്ക് ഫോർമേഷനുകൾ തന്നെ. കോടിക്കണക്കിന് വർഷങ്ങൾക്കിടെ ഇവിടെ പലതവണ കടൽപ്പരപ്പ് വലിയ തോതിൽ ഉയരുകയും
പിന്നീട് താഴുകയും ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക ഭൗമപ്രവർത്തനങ്ങളുടെ ഭാഗമായാണത്. ഓരോ തവണയും ജലപ്പരപ്പ് താഴുമ്പോൾ റോക്ക് ഫോർമേഷനുകൾക്ക് രൂപമാറ്റമുണ്ടായി. അങ്ങനെയാണ് ഇതെല്ലാം ഇന്ന് കാണുന്ന ആകൃതിയിലേക്കെത്തിയത്. ലോകത്തെ 7 പ്രകൃതിയാത്ഭുതങ്ങളിൽ ഒന്നായാണ് ഹാലോങ് ബേ വിലയിരുത്തപ്പെടുന്നത്. അങ്ങകലെ ഹാലോങ് സിറ്റി. ഞങ്ങൾ യാത്ര തുടർന്നു.